ശതമാനവും അംശബന്ധവും ചേരുന്ന ഒരു ചോദ്യം ചെയ്താലോ? എയുടെ 20% ബിയുടെ 8% തുല്യമായാൽ എ അംശബന്ധം ബി എത്ര? ഇത് നമുക്ക് ആദ്യം ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിയുമ്പോൾ ഇതിലൊരു എളുപ്പ വഴിയുണ്ട്, അതും കൂടെ പറയാം. ആദ്യം ഇത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കി. എയുടെ 20%, ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 100-ൽ എത്ര ശതമാനം? 20% എന്ന് വെച്ചാൽ 100-ൽ 20 എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ എപ്പോഴും ശതമാനം എഴുതുമ്പോൾ 20% എന്ന് പറഞ്ഞാൽ 100-ൽ 20 എന്നാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ 20% എന്ന് പറഞ്ഞാൽ എ ഗുണം 20/100 ആണ്. ഇത് എന്തിനോട് തുല്യമാണ്? ബിയുടെ 8%-ന് തുല്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു 0 വെട്ടിക്കളയാമല്ലോ. ബാക്കി എന്തോ ഉണ്ട്? 2a/10 ഉണ്ട് ഇവിടെ, സമം 8b/100 ഉണ്ട് ഇവിടെ. ഇനി അടുത്ത എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുവാണെങ്കിൽ 200a is equal to 80b എന്ന് വരും. അങ്ങനെയാണെങ്കിൽ a/b is equal to എന്ന് എഴുതാം. നമുക്ക് 80/200 എന്ന് എഴുതത്തില്ല. നമ്മൾ ഇങ്ങനെ ഡിവിഷൻ ചെയ്ത് എഴുതുമ്പോൾ ഈ എയും ബിയും ബൈ ഇട്ട് എഴുതുമ്പോൾ ഈ ഏഴോടെ കിടക്കുന്ന നമ്പർ നമുക്ക് ഗുണിക്കുമ്പോൾ വരണമെങ്കിൽ താഴെ വരണം, ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ. അപ്പൊ തിരിച്ച് മറിച്ച് എഴുതിയാൽ മതി ഈ നമ്പേഴ്സ് ഡിവിഷൻ ചെയ്യും ഇങ്ങനെ ബൈ ആയിട്ട് എഴുതുമ്പോൾ. അപ്പൊ എന്തായി? ഇവിടെ 2 0 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് എന്താ? a/b is equal to 8/20 എന്നാണല്ലോ വരുന്നത്. a/b എന്ന് പറഞ്ഞാൽ 8/20 എന്ന് വെച്ചാൽ എന്താണ്? a/b is equal to 8/20. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ നമുക്കിപ്പോ എന്താ മനസ്സിലായത്? എയും ബിയും 20% 8% ആയിരുന്നു. അപ്പൊ എയും ബിയും നമ്മളുടെ അംശബന്ധം 8:20 എന്നായി. ഇപ്പൊ ഈ ആദ്യം കിടക്കുന്ന നമ്പർ തിരിഞ്ഞല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടതെങ്കിലും ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിന്റെ 1% മറ്റൊന്നിന്റെ മറ്റൊരു ശതമാനവും തുല്യമാണെന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള അംശബന്ധം, ആദ്യത്തേത് അംശബന്ധം രണ്ടാമത്തേത് നമുക്ക് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ നമ്പേഴ്സിനെ തിരിച്ചിട്ടാൽ മതി. അതായത് 20% 8% ആണെങ്കിൽ അംശബന്ധം വരുമ്പോൾ 8 അംശബന്ധം 20 എന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം.